3 to 5 ml. അതായത് നമ്മൾ ഈ കഫ് സിറപ്പിന്റെ മേലേക്ക് ഒരു അടപ്പ് കിട്ടുമല്ലോ, അടപ്പ്, അതിനൊരു അടപ്പ് മതി 1 ലിറ്റർ വെള്ളത്തിന്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഈ ക്യാപ്സ്യൂൾ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡ്. ഈ പ്രഗ്നന്റ് ലേഡീസിനും പിന്നെ ഈ ക്ഷീണം മാറാനൊക്കെ മീൻ ഗുളിക അടങ്ങിയിരിക്കുന്ന മെയിൻ അമിനോ ആസിഡ്. സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ്. അതേ ഒരു ഇത് തന്നെയാണ് നമ്മൾ ചെടികൾക്കും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ കാരണം അവരും ഇതാ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഗ്രോത്ത് ചെടികൾക്കും കിട്ടും അല്ലേ? പിന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയുന്നു, ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ ഇവിടെ പയറിൻ്റെ ഇല പറിക്കാണ് കേട്ടോ, ഉപ്പേരി ഉണ്ടാക്കാൻ. പയറിൻ്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പോൾ അച്ഛനൊരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്പെഷ്യൽ ഫെർട്ടിലൈസറാണ് കേട്ടോ. ഓക്കെ ഡാഡ്, നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു ജൈവവളം ഉണ്ടാക്കാൻ പോകും. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. വളരെ സിമ്പിളാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 20 രൂപയുടെ ചെലവുണ്ടാവും. 20 രൂപയുടെ ചെലവില് ഞാനൊരു 8 മത്തി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു അണി ശർക്കര എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 100 ml വെള്ളമുണ്ട് അല്ലേ? ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഇത്രയും മതി. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 വർഷമായി ഉണ്ടാവും അല്ലേ? അപ്പോൾ 1 വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അതെ, നിങ്ങളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷമൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്കിത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി വലിയ ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു 15 രൂപയുടെ മത്തിയുണ്ട്, ഒരു 5 രൂപയുടെ ഇഞ്ചിന്ന് ശർക്കരയുണ്ട്, 100 ഗ്രാം വെള്ളമുണ്ട്. അപ്പം ഇനി ഇതിന്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഞാൻ ഇനി വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ കണ്ടെയ്നർ ഒരു 1 ലിറ്ററിന്റെ കണ്ടെയ്നറാണ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യണം, ഒന്നും ചെയ്യാനില്ല. നമ്മളിനിയിപ്പോ നല്ല മത്തി കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പഴകിയ മത്തിയായാലും മതി, ഈ മീനിന്റെ വേസ്റ്റ് ആയാലും മതി അല്ലേ? ഇതിന് പകരം നമ്മൾ മിയ വീട്ടില് എന്താ പറയാ, മത്തിയുടെ തല, കുടല്, വാല്, ചിറക് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ഇത് നിങ്ങള് അടച്ചു വെച്ചിട്ട് ഒരു 30 to 45 ഡേയ്സ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ പറയുന്നത്. 30 to 45 ഡേയ്സ് അല്ലേ? 30 ദിവസം മുതൽ 45 ദിവസം വരെ. ഓക്കെ, നിങ്ങളിത് എടുത്തു വെക്കണം അല്ലേ? ഇതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു തേൻ രൂപത്തിലായി മാറും. ഓക്കെ, ഒരു തേന്റെ രൂപത്തിലേക്ക് ആയി മാറും അല്ലേ? സ്മെല്ല് തീരെ ഉണ്ടാവില്ല. സ്മെല്ല് ഉണ്ടാവില്ല. ഓക്കെ, സാധാരണ മീനിന് മണം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇത് ഭയങ്കര ബാഡ് സ്മെല്ലാവും, ഒരു മണം ഉണ്ടാവില്ല. 45 ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല തേന്റെ രൂപത്തിലുണ്ടാവും. അത് എടുക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 to 5 ml. അതായത് നമ്മൾ ഈ കഫ് സിറപ്പിന്റെ മേലേക്ക് ഒരു അടപ്പ് കിട്ടുമല്ലോ, അടപ്പ്, അതിനൊരു അടപ്പ് മതി 1 ലിറ്റർ വെള്ളത്തിന്. വെള്ളത്തിൽ നമ്മൾ പിന്നെ എന്താണ് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ വൈകിട്ട് നമ്മളിത് ഉപയോഗിക്കാവൂ. ഈ ഡൈല്യൂഷൻ പറയണത് 5 ml, 3 to 5 ml ആണ്. 1 ലിറ്റർ വെള്ളത്തിൽ 3 to 5 ml. നിങ്ങൾക്ക് ഒരു മാസം കഴിയണം കേട്ടോ. അപ്പം നമുക്കിത് ആദ്യം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. 45 ഡേയ്സ് വെച്ചതിന് ശേഷം അതിൽ നിന്ന് 5 ml എടുക്കാം 1 ലിറ്റർ വെള്ളത്തിൽ. ഓക്കെ, നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇത് സ്പ്രേ ചെയ്തും കൊടുക്കാം, ഒപ്പം തന്നെ ചോട്ടിൽ ഒഴിക്കുക അല്ലേ? ഓക്കെ, സ്പ്രേ ചെയ്യുന്നതാണോ കൂടുതൽ ബെറ്റർ? ഡയറക്റ്റ് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും ഓരോ കാര്യങ്ങളും, പെട്ടെന്ന് ആഗിരണം ചെയ്തിട്ട് അത് ചെടികളിലേക്ക് എത്തിക്കും അല്ലേ? ഓക്കെ, മറ്റൊന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡാണ്. അമിനോ ആസിഡും പിന്നെ നൈട്രജനും അല്ലേ മെയിനായിട്ട്. ഓക്കെ, ഡ്രാഗൺ മീനിന്റെ ആള് വന്നിട്ടുണ്ട്. പോടാ, അത് നിനക്കുള്ളതല്ല, നിനക്ക് വേറെ. ഓക്കെ, അപ്പൊ നമുക്കിത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. പിന്നെ ഗുണങ്ങളും കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് പാടാ മാറിക്കാണ്ട് വന്ന് നോക്കാം. എന്റെ റേഷൻ എന്തിനാ ഇതിലിടുന്നത്? ഓക്കെ, അപ്പൊ നമ്മളിതാ മീന് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പൂടാ ഒന്നോന് കൊടുക്കണോ? ഒന്നോന് കൊടുക്കാം. അത് മറിച്ചിട്ടു ഇങ്ങോട്ട് പാടാ.
അതൊന്ന് കേട്ടോ. അല്ല ഓക്കെ. ഞാൻ ഇതിൽ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. സ്വല്പം നമ്മൾ ഒരു 100 ml എത്രയാണോ നമ്മൾ മത്തി എടുക്കുന്നത് അതേ വെയിറ്റ് ശർക്കര എടുക്കണം കേട്ടോ. ഓക്കെ. അതേമാതിരി അത് നിങ്ങൾ എത്രയാണോ എത്ര ഗ്രാം മത്തി മീൻ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും എമൗണ്ട് ശർക്കര ഉപയോഗിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഹ്യൂജ് എമൗണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമുക്ക് നോക്കി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200 ml കിട്ടും. ഓക്കെ. ഒരു 30 days കഴിയുമ്പോഴേക്ക് 200 ml കിട്ടും. നമ്മൾ അറ്റ് എ ടൈം ഉപയോഗിക്കുന്ന 1 ലിറ്ററിന് 5 ml. ഓക്കെ. 1 ലിറ്ററിലേക്ക് നമ്മൾ 5 ml ആ ഒരു സമയത്ത് യൂസ് ചെയ്യണം. മാക്സിമം 5 ml ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് നമ്മളത് 5 ml എടുക്കുന്നു. ഓക്കെ. അപ്പം നമ്മളിത് അടച്ചു വെച്ചു കേട്ടോ, ഭദ്രമായിട്ട് ഞാൻ അടച്ചു വെച്ചു. ഓക്കെ. ഒരുപാട് അമിനോ ആസിഡ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ തണലത്ത് വെക്കണം. ഇപ്പൊ ഞാനിത് വളരെ സെക്യൂർഡ് ആയിട്ട് അടച്ചു വെക്കണം. എയർ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 3 days കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ഹോള് നമ്മൾ ഇടണം. ഓക്കെ. ഈച്ച കയറരുത്, ഉറുമ്പ് കയറരുത്. ഓക്കെ. വായു സഞ്ചാരം ചെറുതായിട്ട് വേണം. ഓക്കെ. അപ്പൊ അവർക്ക് തുണിയൊക്കെ ഉപയോഗിക്കാവോ? തുണി ഉപയോഗിക്കാം. തുണി ഉപയോഗിച്ച് കേട്ടാ അല്ലേ? ഓക്കെ. ഞങ്ങൾ ഇവിടെ ഇത് ഇങ്ങനെ ഇപ്പൊ എയർ ടൈറ്റ് ആയിട്ട് 8-10 ഹോൾ ഇട്ടാ മാത്രം മതി. ഓക്കെ. എന്നിട്ട് തണലത്ത് കൊണ്ടുവയ്ക്കണം അല്ലേ? ആ മത്തിയൊക്കെ പോയി. ഓക്കെ. അപ്പൊ നമ്മള് ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഈ ക്യാപ്സ്യൂൾ കൊടുക്കുന്നത് ഫിഷ് ഓയിലിന്റെ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ഈ അമിനോ ആസിഡ്. ഓഹോ. ഈ പ്രഗ്നന്റ് ലേഡീസിനും പിന്നെ ഈ ക്ഷീണം മാറാനൊക്കെ മീൻ ഗുളിക അടങ്ങിയിരിക്കുന്ന മെയിൻ അമിനോ ആസിഡ്. ഓക്കെ. സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ്. അതേ ഒരു ഇത് തന്നെയാണ് നമ്മൾ ചെടികൾക്കും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. കാരണം അവരും ഇതാ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഗ്രോത്ത് ചെടികൾക്കും കിട്ടും അല്ലേ? പിന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയുന്നു, വളരെ നല്ലതാണ്. വൈകിട്ട് ചെയ്യണം. ചെടികൾ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. ഓഹോ. ഓക്കെ. 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 ബാക്കിയുള്ളത് നമ്മൾ ചെടികളുടെ അടിയിൽ ഒഴിച്ചും കൊടുക്കും. ഓക്കെ. 1 ലിറ്റർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 ml 1 ലിറ്റർ ഉണ്ടാക്കി ചുരുങ്ങിയ 10-15 ചെടികൾക്ക് നമുക്ക് ഒഴിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. 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 അപ്പൊ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ. നിങ്ങൾക്ക് ഒരു 20 രൂപയുടെ ഇനിയിപ്പോ മത്തി പുതിയ തന്നെ ഇടണമെന്നില്ല, വീട്ടിലെ വേസ്റ്റ് ഉപയോഗിച്ചാലും മതി. അപ്പൊ ഒരു 5 രൂപയുടെ ചെലവ്. ഓക്കെ. നമ്മുടെ ശർക്കര മാത്രമേ ഉള്ളൂ. കാരണം അത് ഒന്ന് ഫെർമെന്റ് ആവാനും പിന്നെ അതിന്റെ പ്രോസസ്സ് പെട്ടെന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് മീൻ ഇടുന്നേക്കാൾ നല്ലത് ഈ വേസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് അത് ഒന്നും കൂടി പ്രോസസ്സിംഗ് നടക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഒരു 30 days കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത് സെറ്റപ്പ് ആവും. നമ്മൾ പണ്ട് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 to 1 year, ഒരു വർഷം, 6 മാസം മുതൽ ഒരു വർഷം വരെ ഉപയോഗിക്കാം അല്ലേ? അപ്പൊ നിങ്ങൾക്കൊരു വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള സാധനമാണ്. 1 കിലോ മീൻ വാങ്ങിച്ചാൽ 1 കിലോ ശർക്കര എടുക്കണം. ഓക്കെ. അതാവുമ്പോ നിങ്ങൾക്കൊരു വർഷമൊക്കെ എല്ലാ ചെടികൾക്കും പറ്റിയ എല്ലാ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ മാറ്റി വെക്കുക. ഓക്കെ. 45 ദിവസം വരെ, 30 മുതൽ 45. അപ്പൊ ഞങ്ങൾ ഇത് എന്തായാലും ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇത് യൂസ് ചെയ്യുന്ന വീഡിയോയും കൂടി കാണിച്ചു തരും. ഫോം കാണിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഇതിന്റെ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു തണലുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാനുള്ള പ്ലാനാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അമ്മേ പയറിലേക്ക് പറിച്ചു കഴിഞ്ഞോ? ഓക്കെ. 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 അപ്പോൾ ഇന്ന് പയറിൻ്റെ ഇലേൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഓക്കെ. സൈഡ് കൊണ്ട് വെക്കാം അല്ലേ? മാറ്റി വെക്കാം അല്ലേ? ഓക്കെ. അപ്പം ഓക്കെ. 30 to 45 days. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ പറഞ്ഞു തന്നത്. വെറും 20 രൂപയുടെ ചിലവ് മാക്സിമം. ഇനിയിപ്പം വീട്ടിലെ വേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 5 രൂപയുടെ ചിലവ്, ശർക്കര മാത്രം മതി. നേരത്തെ പറഞ്ഞല്ലോ ഒരു തേൻ രൂപത്തിലേക്ക് ആവുന്നു. ഓക്കെ. അത് ശരി. അതെ ഉണ്ട്. പണ്ടത്തെ വീഡിയോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പണ്ടൊരു വർഷം മുമ്പിട്ട വീഡിയോ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായിരുന്നു. ഇപ്പം അന്ന് 250 സബ്സ്ക്രൈബറൊക്കെ ഉള്ളു. ഇപ്പം 5000 ഒക്കെ കടന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഗൈസ്. രണ്ടുപേരും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്.